ഇന്നത്തെ എന്താ പ്രോഗ്രാമാണ്? ശബരിമലയിലെ വിശ്വാസ സംരക്ഷണ യാത്രയുമായി ബന്ധപ്പെട്ട് UDF നടത്തുന്ന ജാഥകൾ സംഘടിപ്പിച്ചു. ശബരിമല എന്ത് വിഷയമാണ്? ശബരിമലയിൽ എന്ത് വിഷയം? ശബരിമലയിൽ LDF ഗവൺമെന്റിന്റെ നിലവുമായി ബന്ധപ്പെട്ട് ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ പാളികളിൽ ചെമ്പ് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? ആരെ സ്വീകരിക്കാൻ നിൽക്കുന്നത്? ക്ഷേത്രത്തിന്റെ സ്വത്തടക്കം എടുത്തുകൊണ്ടാക്കും. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ. ഇവരെ എത്രയും പെട്ടെന്ന് കേരളത്തിന്റെ ഭരണത്തിൽ നിന്ന് പിണറായി വിജയനെ, വാസവനെയും കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിലേക്ക് മാറ്റിയില്ലെങ്കിൽ ഈ കേരള സംസ്ഥാനത്തെ തന്നെ OLX-മാര് വിൽക്കും എന്നുള്ള കാര്യം സാധാരണക്കാരായിട്ടുള്ള മലയാളികൾ ഓർക്കണം. ഇത് കേവലം 5 കോടി രൂപയുടെ ചെറിയങ്കീട് ബ്ലോക്കിന്റെ മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ്. മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റാണ്. നമ്മുടെ ഇന്നിപ്പോൾ ഇത് കൂടിയിരിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയാണ്. നമ്മുടെ MP ബഹുമാനീയനായ MPയും UDF കൺവീനറുമായിട്ടുള്ള ബഹുമാനീയനായ MP നയിക്കുന്ന യാത്രയാണ്. അപ്പോൾ അതിനാണ് ഞങ്ങളിന്നെല്ലാവരും നമ്മുടെ വനിതകളെല്ലാം കൂടിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നതിന് വന്നിരിക്കുന്നത്. എല്ലാ വനിതകളും എത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേര് എത്താനായിട്ടുണ്ട്. നമ്മളതിൻ്റെ ഒരു കാര്യമായി നിൽക്കുകയാണ്. അഭിവാദ്യങ്ങൾ
കടന്നു വരികയാണ് പ്രിയങ്കരനായ അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് സംരക്ഷണ യാത്രയിലാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഇതുവരെ കടന്നു വരിക. പ്രിയമുള്ളവരെ, ആചാര അനുഷ്ഠാനങ്ങളെ കാറ്റിൽ പുറത്തുകൊണ്ട് അവസാനം ക്ഷേത്രങ്ങൾ വരെ ഇവിടെ തട്ടിപ്പ് നടത്തുന്ന ഈ സർക്കാരിനെ ഇല്ലാതാക്കുവാനുള്ള ശ്രമമായി നമ്മൾ ഓരോ ആളുകൾ മുന്നോട്ട് പോകണം. തിരുവനന്തപുരത്തുകാരുടെ രീതിയിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്ത നിലവറ ഇനി എപ്പോഴെങ്കിലും സ്കൂളിൽ തുറക്കുമ്പോൾ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടോ എന്നുള്ള പാവപ്പെട്ട തിരുവനന്തപുരത്തുകാരുടെ പേര് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഏറ്റെടുക്കുവാൻ ഇത് ഹിന്ദുക്കളുടെ വിഷയം മാത്രമല്ല, ഈ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക വിഷയമാണ്, ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള കേരളത്തിന്റെ സെക്യുലർ ഫാമിലിയുടെ വിഷയമാണ്. ഈ നാട്ടിലെ അത് ഒരു സമുദായത്തിന് മാത്രം അവകാശപ്പെട്ടതല്ല. ഈ നാടിന്റെ പാരമ്പര്യമാണ്, ഈ നാടിന്റെ സംസ്കാരമാണ്. അതിന് രാവിലെ പോകുന്ന കാട്ടാക്കടയിലെ കാട്ടാത്തിക്കണം ആ നാട്ടിലുള്ള എല്ലാ ആളുകളുടെയും സ്വത്താണ്, പൊതുസ്വത്താണ് അമ്പലത്തിൽ, പൊതുസ്വത്താണ് മത്സ്യത്തിന്. ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ, ഇവരെ എത്രയും പെട്ടെന്ന് കേരളത്തിന്റെ ഭാരതത്തിൽ നിന്നും പ്രസാദിലേക്ക് മാറ്റിയിലേക്ക് വിഷയം മാത്രമല്ല രൂപം കൊടുത്ത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആക്ടിവിറ്റികൾ പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ്. എല്ലായിടത്തും കള്ളപ്പണം നടത്തി, സ്വർണ്ണ കള്ളക്കടത്ത് നടത്തി, എല്ലാ തരത്തിലുള്ള തട്ടിപ്പുകളും നടത്തി, അവസാനം തട്ടിപ്പ് നടത്തി, ബാങ്കുകൾ തട്ടിപ്പ് നടത്തി, കരിവന്നൂർ ബാങ്കിൽ തട്ടിപ്പ് നടത്തി, പഞ്ചായത്തുകൾ തട്ടിപ്പ് നടത്തി, റോഡിന്റെ കാര്യം തട്ടിപ്പ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്ത നിലവറ അത് ഈ നാടിന്റെ ഒരു പാരമ്പര്യമാണ്, ഈ നാടിന്റെ ഒരു സംസ്കാരമാണ്. അല്ലെങ്കിൽ രാവിലെ പ്രോഗ്രാം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളാം, ചാനൽ പറഞ്ഞോളൂ. എല്ലാ ആളുകളുടെയും സ്വത്താണ്, പൊതുസ്വത്താണ് ക്ഷേത്രങ്ങൾ, പൊതുസ്വത്താണ് അമ്പലങ്ങൾ, പൊതുസ്വത്താണ് മസ്ജിദുകൾ. നമ്മുടെ ഭരണഘടന നൽകുന്നത് ആ ശക്തിയാണ്. ഇവിടെയുള്ള വിശ്വാസമുള്ളവന്റെയും വിശ്വാസമില്ലാത്ത ആവശ്യമിരിക്കുകയായിരുന്നു. ഈ വിഷയത്തിന് ഇതിൽ പ്രതികളുണ്ടെങ്കിൽ ഇതിലെ ഒന്നാമത്തെ പ്രതി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ്. രണ്ടാമത്തെ പ്രതി നടന്ന സമയത്തെ മന്ത്രിയായിട്ടുള്ള ശ്രീ കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ മന്ത്രി ശ്രീ വാസവനുമാണ്. കൂടെയുള്ള പ്രതികൾ ശ്രീ പത്മകുമാർ അടക്കം, പ്രശാന്ത് അടക്കമുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, അതിനെ സഹായിച്ച ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഏറ്റവും വലിയ പ്രതികളായിട്ടുള്ളവർ സത്യം പറഞ്ഞാൽ മലയാളി എന്ന രീതിയിൽ, സാധാരണ വിശ്വാസി എന്ന രീതിയിൽ തലനാട്ടി നമ്മളിരിക്കുകയാണ്. അതിനെതിരെയുള്ള സാധാരണക്കാരായ ആളുകളുടെ ഒരു വലിയ ജനപ്രവാഹമാണ് കാണുന്നത്. ഇവിടെ ചിറയും കീഴിൽ ശാർക്കര അമ്പലത്തിന്റെ തറയും
ഈ പ്രോഗ്രാം നടക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ വനിതകളടക്കം വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഒന്ന് കയ്യിൽ കറുത്ത വിഷം കൊണ്ടുണ്ടാൻ വേണ്ടി ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കാത്തിരിക്കുകയാണ്. ഈ ത്വര പഞ്ചായത്ത് ഇലക്ഷനും ഒരു നിയമസഭാ ഇലക്ഷനിലും വലിയൊരു ആവേശത്തോടുകൂടി ഇത്തരത്തിലുള്ള ഈ സർക്കാരിനെ ഇല്ലാതാക്കുവാനുള്ള സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യക്കാരുടെ മലയാളികളുടെ ഒരു സ്പന്ദനമാണെന്ന് കാണുന്നത്. ഞാൻ മറ്റൊന്നിലേക്കും കടക്കാതെ ഇത്രയും മികച്ച രീതിയിൽ ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ച മികച്ച നേതാക്കളുള്ള അസംബ്ലി, വർക്കല അസംബ്ലി, ആറ്റിങ്ങൽ അസംബ്ലി, വാമനൂർ അസംബ്ലി, ഇവിടെ എല്ലാം താരങ്ങളാണ്. അതെല്ലാവർക്കും വേണ്ടി സ്വാഗത സംഘത്തിന് പ്രത്യേകം അഭിനന്ദനം നൽകിക്കൊണ്ട് ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ ഈ ജാഥ 4 സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ ഇന്ന് ലഭിച്ചിട്ടുള്ള ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മികച്ച സ്വീകരണം ഒരുക്കിയ നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും ഹൃദയാഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ MP ശ്രീ അടൂർ പ്രകാശ്, നമുക്കെല്ലാം അറിയാം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം CPM ലക്ഷക്കണക്കിന് കള്ളവോട്ട് ചെയ്ത് അവരുടെ കൈ വെച്ചിരുന്ന ലോക്സഭാ മണ്ഡലത്തിൽ കൃത്യമായ പ്രവർത്തനം നടത്തി ഈ നിയോജകമണ്ഡലത്തിലടക്കം മഹാഭൂരിപക്ഷം നേടി 2ാം തവണ നമ്മുടെ MP ആയ UDF കൺവീനറായിട്ടുള്ള ശ്രീ അടൂർ പ്രകാശാണ് ഈ ജാഥയുടെ നായകൻ. അദ്ദേഹത്തോടൊപ്പം നമ്മുടെ നിയോജകമണ്ഡലത്തിലെ ജില്ലയിലെ ഏക MLA, ഏറെ പ്രിയപ്പെട്ട ശ്രീ M. വിൻസെന്റ് MLA ആണ് അദ്ദേഹത്തോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തോടൊപ്പം പ്രിയപ്പെട്ട മുൻ MP രമ്യ ഹരിദാസ് അടക്കമുള്ള എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇതൊരു തുടക്കമാണ്. ഈ തുടക്കം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി ദൈവങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാരെ ആളുകൾക്ക് വേണ്ടി ഈ നാട് തിരിച്ചു പിടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ സംഭരിക്കുന്നു. എല്ലാം നമ്മൾ കരുതു. ജയ് ഹിന്ദ്, ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഭഗവാനെ ആ വാഹനം കടന്നു പോകാൻ അനുവദിക്കണം. എടുത്തുകൊണ്ട് വരികയാണ്. ഈ ജനങ്ങളുടെ ആവേശം കൊണ്ട് വിൻസെന്റ് എംഎൽഎ എടുത്ത് ചമന്നുകൊണ്ടാണ് സ്റ്റേജിലേക്ക് വരുന്നത്. അത് വലിയൊരു ജാഥ നയിക്കുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയങ്കരിയായ ശ്രീമതി രമ്യ ഹരിദാസ് ആണ്. ശ്രീ അടൂർ പ്രകാശ് MP, വിൻസെന്റ് MLA ആവേശപൂർവ്വം ശാർക്കര ക്ഷേത്രം കൊണ്ടുവരികയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് രമ്യ ഹരിദാസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ജാഥ ക്യാപ്റ്റൻ സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. പ്രിയങ്കരനായ നമ്മുടെ MP, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ, ജനങ്ങൾ സ്വാധീനിച്ചുകൊണ്ട് ക്യാപ്റ്റൻ സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. പ്രിയങ്കരനായ നമ്മുടെ MP, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ കൂടിയായ ഈ ജാഥയുടെ നായകൻ ശ്രീ വികാരജലമായി സ്വീകരണം നൽകുകയാണ്. ആ വാഹനം നമ്മുടെ ഈ ജാഥയുടെ വാഹനം മുന്നോട്ട് കടന്നുപോകാൻ ദയവായി സഹായിക്കണം. അതുപോലെ സ്കൂൾ ബസ്സുകൾ കടന്നുപോകാൻ MLA ശ്രീ രമ്യ ഹരിദാസും ശ്രീ പഴകുളം മധുവും അടക്കമുള്ള ഈ ജാഥയുടെ നേതാക്കന്മാരെ ആവേശപൂർവ്വം വികാരജലമായി സ്വീകരണം നൽകുകയാണ്. ആ വാഹനം നമ്മുടെ ഈ ജാഥയുടെ വാഹനം മുന്നോട്ട് കടന്നുപോകാൻ ദയവായി സഹായിക്കണം. അതുപോലെ സ്കൂൾ അവിടെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ആ സ്കൂൾ വാഹനങ്ങൾ കടന്നു വരുന്നുണ്ട്. ദയവായി അവരെ കടത്തിവിടണം. ശാർക്കര ഭഗവതി ക്ഷേത്രത്തിന്റെ തിരുനടയിലാണ് ഈ മഹാസമ്മേളനം നടക്കുന്നത്. ആയിരക്കണക്കിന് വരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ജനാധിപത്യ വിശ്വാസികളുമാണ് ഈ മഹാസമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഗവൺമെന്റുമാണ് നമുക്ക് സാധാരണ ഈ സമ്മേളനം നടക്കാൻ ഈ ക്ഷേത്ര മൈതാനി വിട്ടുതന്നിട്ടുണ്ടെങ്കിൽ അതുപോലും തടഞ്ഞെങ്കിലും ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടിക്കൊണ്ട് ഇവിടുത്തെ ജനാവലി ഒന്നടങ്കം ഇതിന് പിന്നിൽ അണിനിരന്നുകൊണ്ടുള്ള മഹാസമ്മേളനമാണ്. ഇവിടെ ഈ ജാഥയ്ക്ക് ആവേശോജ്വലമായ ഈ ജാഥയ്ക്ക് നമ്മുടെ പ്രിയങ്കരനായ MP, UDFന്റെ സംസ്ഥാന കൺവീനർ കൂടിയായ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ അടൂർ പ്രകാശ് നമ്മുടെ MP, അദ്ദേഹം നയിക്കുന്ന ജാഥ, ഒപ്പം ശ്രീ വിൻസെന്റ് MLA നയിക്കുന്ന ജാഥ. ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് രമ്യ ഹരിദാസ് XMP ആണ്. അദ്ദേഹം നമ്മെ അഭിസംബോധന ചെയ്യും. ഔദ്യോഗികമായി സമ്മേളനം ആരംഭിക്കും. അവർ
ഇതിന്റെ പറയിൽ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഈ ഗേറ്റ് കടന്ന് ഇവിടെ തൊട്ട് റെയിൽവേ ഗേറ്റിന്റെ തൊട്ട് അപ്പുറത്തുള്ള ബൈപ്പാസ് എന്നാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. അങ്ങോട്ടേക്ക് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇവിടെ തൊട്ട് റെയിൽവേ ഗേറ്റിന്റെ തൊട്ട് അപ്പുറത്തുള്ള ബൈപ്പാസ് എന്നാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. അങ്ങോട്ടേക്ക് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ധ്വജപ്രതിഷ്ഠ ശ്രീകോവിലിലെ പ്രതിഷ്ഠയോളം പ്രത്യേകതയുള്ള ഒന്നാണ്. ആ ധ്വജപ്രതിഷ്ഠ സമയത്ത് ധ്വജത്തിന്റെ കൊടിമരത്തിന്റെ ഏറ്റവും മുകളിലായി ഈ ഭഗവാന്റെ വാഹനനായ ശ്രീ അയ്യപ്പൻ. പക്ഷേ നിങ്ങൾ ഇപ്പോൾ നോക്കണം, ആ കൊടിമരത്തിന്റെ മുകളിൽ കുതിര ഇന്ത്യയുടെ ഭരണഘടന 1950 എഴുതപ്പെട്ടത്, നേതൃത്വം കൊടുത്തത്, ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എങ്കിൽ വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ മേലെ കൈവച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ആ അയ്യപ്പന്റെ ആ ശ്രീകോവിലിലേക്ക് ഭക്തർ കാണിക്കയായി സമർപ്പിച്ച പൊന്ന് നിങ്ങളെ കട്ടിട്ടുണ്ട് എങ്കിൽ അത് തിരികെ കൊണ്ടുവയ്ക്കുന്നവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെരുവുകളിൽ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ യാത്രയുമായി അടൂർ പ്രകാശ് MP യും വിൽസൺ MLA യും ഈ വഴിയിലൂടെ കടന്നു വരുന്നത്.